സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഷോ പോയി സിനിമ കാണുന്ന ആളൊന്നുമല്ല. സിനിമ ഭ്രാന്തിയാണ് ഞാൻ. പക്ഷേ എന്നാലും അങ്ങനെയൊന്നും കാണുന്ന ആളൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ മിനിഞ്ഞാന്ന് വൈകുന്നേരം രാത്രി 10 ആയപ്പോൾ ഇതുപോലെ ടിക്കറ്റൊക്കെ ഉണ്ടോ എന്ന് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ ചെക്ക് ചെയ്തപ്പം ടിക്കറ്റ് ഇഷ്ടംപോലെ കിടക്കുന്നു. അപ്പം ഇന്ന് ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കണ്ടതാണ് തുടക്കം മൂവി. ഇനി പോസിറ്റീവ് ആദ്യം പറയുകയാണെങ്കിൽ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോന് ആദ്യമായിട്ടാണെങ്കിലും അത് നമുക്ക് തോന്നില്ല. വളരെ രണ്ട് ഡയലോഗേ ഉള്ളൂ ആ സിനിമയ്ക്കകത്ത്. പക്ഷേ എന്നാലും ആസ് എ വില്ലൻ അവൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ റിപ്പീറ്റായിട്ട് ഈ വേഷം തന്നെ എടുത്താൽ ബോറായിരിക്കും. പക്ഷേ ഇതിനകത്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലമാണ്. അടിപൊളിയായിട്ട് നല്ല നമുക്കൊക്കെ പോയി വെറുതെ 2 ദിവസം താമസിക്കാനും ഒക്കെ പോകുന്നത്, നമ്മളിങ്ങനെ ഹിൽ സ്റ്റേഷനൊക്കെ പോയി അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവരുടെ വീടൊക്കെ കാണിച്ചിരിക്കുന്നത്. അത് കൊള്ളാം. പിന്നെ ജാഫർ ഇടിക്ക് ആണെങ്കിലും മനോജ് കേജ് ആണെങ്കിലും ഈ പറഞ്ഞ ജിബിൻ ഗോപിനാഥ്, അങ്ങനെ എല്ലാവരും അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവരുടെ ഒന്നും അഭിനയത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ജിബിൻ ഗോപിനാഥിൻ്റെ പോലീസുകാരനായിട്ടുള്ള നമ്മൾ കണ്ട് പഴകിച്ച ഒരു ക്ലീഷേ ഡയലോഗ്സും അങ്ങനെയൊക്കെയുള്ള കുറേ വെറുപ്പിക്കൽസ് അതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലും എനിക്കിഷ്ടപ്പെട്ടത് മീര ജാസ്മിനും ഈ ഇതേ സായികുമാറുമായിട്ടുള്ളൊരു അച്ഛൻ മകൾ കോംബോ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, മിന്നാമിന്നിക്കൂട്ടം. ആ സിനിമയ്ക്കകത്തെ കോംബോ എനിക്ക് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റബിളായിട്ട് തോന്നി. നമുക്ക് അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ ഒരു ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. എനിക്കിതിലും അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാലേട്ടൻ പറയുന്ന കുറേ കാര്യങ്ങൾ, കാലത്രയും പൊക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരിടത്തും ചോദിക്കുമ്പോൾ ഇല്ല അത്രയും പൊക്കുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ അത്രയും തന്നെ പൊക്കുന്നുണ്ട് കേട്ടോ, കാലൊക്കെ അത്രയും പൊക്കുന്നുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കുട്ടി എന്തൊക്കെയോ പഠിച്ചതാണ്, കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഉള്ളൊരു സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്. ചിപ്പി ആസ് യൂഷ്വൽ ഈ പൊങ്കാല കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന മിക്ക പൊങ്കാലകൾക്കാണ് കാണുന്നത്. പക്ഷേ ഇപ്പം നല്ലൊരു ഭംഗി, പണ്ടത്തെ ആ ഒരു വശ്യതയും ചാരുതയും ഒക്കെ കൂടിയുള്ള നല്ലൊരു രസമുള്ള ഒരു കഥാപാത്രം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ മകൾ അഭിനയിച്ചു എന്ന് പറയുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മുഖഭാവങ്ങളോ ഒന്നും സത്യം പറയാമല്ലോ എനിക്ക് തോന്നിയില്ല. അത് തോന്നാത്തതിൻ്റെ മറ്റൊരു കാരണം, ഞാൻ അതിൻ്റെ തൊട്ട് തലേദിവസമാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ അർജുനും അഭിരാമിയും അതേപോലെ തന്നെ പ്രീതി മുകുന്ദൻ, നമ്മളെ മായയ്ക്ക് സിനിമയ്ക്കകത്തെ സാധ്യ എന്ന് പറയുന്ന നടിയും കൂടി അഭിനയിച്ച ഒരു സിനിമ ഞാൻ കണ്ടത്, യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ മുഖഭാവങ്ങൾ മറയുന്നതും ഒരു എതിരാളി വരുമ്പോൾ അതിൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ, അതിനെ ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിരാമിയൊക്കെ ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫൈറ്റാണ്. നിങ്ങൾ ഈ സിനിമ കാണണ്ട എന്നോ അല്ല തിയേറ്റർ വിഷൻ ഇല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, ഈ സിനിമ കാണണ്ട എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ പറഞ്ഞാൽ മിക്കതും സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ ആൾക്കാരുടെ ഒരു പബ്ലിസിറ്റി ഒക്കെ കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ പോയി കാണാറ്. കണ്ടവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പോയി കാണാറ്. അപ്പോൾ കാണേണ്ടവർക്ക് പോയി കാണാം. അടുത്തുള്ള ഇപ്പോൾ ഇഷ്ടം പോലെ തിയേറ്ററുകൾ നമുക്ക് തൊട്ടടുത്ത് എവിടെ വേണമെങ്കിലും പോയിരുന്ന് കാണാം, അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷേ നിങ്ങൾ അതും ഇതും കൂടി ഒന്ന് കാണണം. ഈ ബ്ലാസ്റ്റും ഈ പറയുന്ന ഈ തുടക്കവും കൂടെ കാണുമ്പോൾ തമ്മിലുള്ളൊരു പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് കമ്പയർ ചെയ്തു പോയി കേട്ടോ. ഈ ബ്ലാസ്റ്റ് പെട്ടെന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ബ്ലാസ്റ്റാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അതിനകത്ത് ഫൈറ്റ് സീനൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ സിനിമ ലാഗിങ് ഉണ്ട്, കുറേ ലാഗിങ് ഉണ്ട്. ഇത്രയൊന്നും നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു സംഭവം ഞാൻ ഇന്നലെ തന്നെ ഇട്ടിരുന്നു. സ്ത്രീ ശാക്തീകരണം, പിന്നെ അത്യാവശ്യം മാർഷൽ ആർട്സ്, ഈ കരാട്ടയും കുംഫും കളരിയൊക്കെ പഠിച്ച് പെൺപിള്ളേർ പഠിക്കണം എന്നുള്ളത്. പിന്നെ അത്യാവശ്യമായിട്ടും നമ്മളെപ്പോഴും കയ്യിൽ ഒരു പവർ ബാങ്ക്, മൊബൈൽ ചാർജ് ചെയ്യാൻ പവർ ബാങ്ക് കരുതണം എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. പിന്നെ പിന്നെ മോഹൻലാലിൻ്റെ ഒരു കാമിയോ കഥാപാത്രം വരുന്നുണ്ട്. അത് ഇത്രയും വർഷം, അതായത് ഈ ഇത്രയും വർഷങ്ങൾ പഠിച്ച കാര്യങ്ങൾ, പഠിക്കാത്ത കാര്യങ്ങൾ ആ കുട്ടിയെ ഒരു ഒറ്റ ഫൈറ്റിൽ പഠിപ്പിച്ച് കാണിക്കുന്നു. ശരിക്കും ഞാൻ അത്രയും പഠിപ്പിച്ചാൽ മതിയായിരുന്നുമായിരിക്കുമെങ്കിൽ. അതേപോലെ തന്നെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യം, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു എൻട്രി ഉണ്ട്. സ്വന്തം വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ അടിച്ച് തകർക്കുകയാണ്. അത് കണ്ടിട്ട് പുള്ളി ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഹായ് ചേട്ടാ എന്നൊക്കെ പറയുന്ന സീൻ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി കേട്ടോ. സ്വന്തം നമ്മുടെ ഒരു മതിലേ വന്ന് ഇടിച്ചാൽ പോലും നമ്മുടെ ഒരു
എക്സ്പ്രഷനൊന്നും അതല്ല. അത്രയും നമ്മുടെ ഒരു സ്വപ്നം അടിച്ച് തകർക്കുന്ന കണ്ടിട്ട് സത്യം പറയാലോ ഭയങ്കര അതെന്തിനാ ആ സീൻ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നതെന്ന് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അതിനകത്ത് അഭിനയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം കൊണ്ടുവന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമകളെല്ലാം കണ്ട് ആസ്വദിച്ച് കോൾമ കൊണ്ട നമുക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുമെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പലരും ഇത് പറയാൻ, ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടു, പക്ഷേ അവർ പലരും ഇത് പറയാൻ മടിക്കുന്നത് ഒരു പക്ഷേ വിസ്മയ മോഹൻലാൽ അല്ല മറ്റൊരാളായിരുന്നു എങ്കിൽ അവരൊക്കെ വലിച്ചു കീറി ഉടുത്തേനെ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പലരും ഈ ചീത്തയും തെറിയൊക്കെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവരാരും സത്യം പറയാത്തതെന്നാണ് എനിക്ക് തോന്നിയത്. സിനിമ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നോ, അല്ലെങ്കിൽ അത് ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണെന്നോ ഒന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാൻ ഒരു ആവറേജോ അല്ലെങ്കിൽ ആവറേജിൽ താഴെയാണ് ഞാൻ സത്യത്തിൽ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആവറേജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ബാലനായിരുന്നു. അങ്ങനെ വേറെ എത്രയോ സിനിമകളുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു രസമുള്ള കാര്യം നമ്മുടെ ഈ എൻ്റെ സ്പൈഡർമാൻ സിനിമയ്ക്ക് ഇപ്പോഴും ഇടിയാണ് ഇവിടെ. ഇതിനും ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് രസം. കാരണം പിള്ളേരൊക്കെ സെറ്റൊക്കെ അതുപോയാണ് കാണുന്നതെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അപ്പം എനിക്കിതാണ് തുടക്കത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം കാല് പൊക്കി അടിക്കുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ. അതേപോലെ തന്നെ എന്തൊക്കെയോ പഠിച്ചൊരു കുട്ടിയാണ്, അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഇടയ്ക്ക് വരുന്ന കാമിയോ കഥാപാത്രം കുഴപ്പമില്ല. പക്ഷേങ്കിൽ മേക്ക് യുവർ ഫാദർ പ്രൗഡ് എന്ന് പറയുന്ന ഒരു മൂമെൻറ്റ് നമുക്കതൊരിക്കലും സായികുമാർ മകളുമായിട്ടുള്ള ബന്ധത്തെ അല്ല കാണിക്കുന്നത്. അത് ശരിക്കും മോഹൻലാലും മകളുമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് കുത്തിക്കയറ്റിയ ഒരു സീനായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഡയലോഗൊക്കെ സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡയലോഗായിരുന്നു. കാരണം എൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അതൊരു വല്ലാത്തൊരു ഡയലോഗൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ സിനിമ കണ്ടത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക, കാണാതെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ വെറുതെ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു സിനിമ പോയി കാണുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്നും എല്ലാ സിനിമയിലും കിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ ആസ്വദിക്കാനാണല്ലോ പോകുന്നത്. നമ്മളൊരു കുറേ നേരം നമ്മളെല്ലാത്തിൽ നിന്നും വിട്ട് നിൽക്കുക, വിട്ടെല്ലാം മറന്ന് കുറച്ച് നേരം ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്നിൽ ഹൊററായിരിക്കാം ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ഫൈറ്റ് ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് കോമഡി ആയിരിക്കും. ഞാനെപ്പോഴും കോമഡി ആസ്വദിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് കൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാതെ. കാരണം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മോഹിനി ആട്ടം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീറോ, ഞാൻ എല്ലാവരോടും പറഞ്ഞു സീറോയാണ് അതിൻ്റെ കോമഡി 100% ഉണ്ട്. ലോജിക് എന്ന് പറയുന്നത് സീറോയാണ്. സീറോ ലോജിക്, ഒരു ലോജിക്കും ഇല്ലാത്തൊരു സിനിമ. പക്ഷേങ്കിൽ നമ്മൾ ആ 2 മണിക്കൂർ ബോറടിക്കാതെ അത്രയും നേരം നമുക്കിരുന്ന് ചിരിക്കാൻ കുറേ അവസരം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. 100% കോമഡിയാണ്. പക്ഷെ ലോജിക് എന്ന് പറയുന്നത് 0.001% പോലും ഇല്ല. അങ്ങനെ ഒരു സിനിമയാണ്. പക്ഷേങ്കിൽ കണ്ടിരിക്കാൻ രസമുണ്ട്, ചിരിക്കാൻ, നമുക്ക് കുറേ പൊട്ടിച്ചിരിക്കാനുള്ള കുറേ അനുഭവം. അപ്പോൾ ഓരോ സിനിമയും അങ്ങനെ ഓരോ അനുഭവങ്ങൾ തരുന്ന ചില സിനിമകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഇതാണ് തോന്നിയത്. കുട്ടികളെ ഇതിൽ ഏതെങ്കിലുമൊക്കെ കരാട്ടയും കുംഫും ഒക്കെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ചെറുത്ത് നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ഫോൺ ചാർജ് തീരുമ്പം ഒരു പവർ ബാങ്ക് കരുതുക, പ്രത്യേകിച്ചും ദൂരയാത്രയൊക്കെ പോകുമ്പോൾ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നായ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീട്ടിലൊരു നായയെ വളർത്തുക. നമുക്കൊരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. Thank you.